വെൺപൊങ്കൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് മില്ലറ്റ് വെച്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ എടുത്തിരിക്കുന്ന മില്ലറ്റ് എന്ന് പറയുന്നത് ലിറ്റിൽ മില്ലറ്റാണ്. സാമ എന്ന് പറയും, ഇല്ലെങ്കിൽ ചാമ അരി എന്ന് മലയാളത്തിലും പറയും. ഇതുപോലെ ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ 1 ഗ്ലാസ്സും വറുത്ത ചെറുപരിപ്പാണ് എടുത്തിരിക്കുന്നത്, 1/2 ഗ്ലാസ്സുമാണ്. ഇത് നല്ലോണം കഴുകി 2-3 പ്രാവശ്യം അതിലുള്ള പൊടി, മില്ലറ്റിൽ പൊടി നല്ലോണം കാണും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1/2 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. 2-3 പ്രാവശ്യം നല്ലോണം കഴുകുക. ചെറുപരിപ്പ്, പച്ചയ്ക്കുള്ള ചെറുപരിപ്പ് എടുക്കരുത്, ഒന്ന് വറുത്ത ചെറുപരിപ്പ് എടുക്കാം. 1/2 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെച്ച് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് കുക്കറിലേക്ക് മാറ്റുക. ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് അയവോട് കൂടിയാണ് പൊങ്കൽ തയ്യാറാക്കുന്നത്. 5 ഗ്ലാസ് വരെ ചേർക്കാം. അത് നോക്കിയിട്ട് കുക്കർ തുറക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ടോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർത്താലും മതി. അതുകൊണ്ട് ഇപ്പം 4 ഗ്ലാസ് വെള്ളമാണ് വേവിക്കാനായിട്ട് ചേർക്കുന്നത്. ഇതിലേക്ക് അവരവരുടെ സ്വാദിനാവശ്യമുള്ള 2-3 പച്ചമുളകും ഇഞ്ചി അരിഞ്ഞത് 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. കൂടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ കായപ്പൊടിയും കൂടെ ചേർക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ അകത്ത് തന്നെ ഇട്ടേക്കുക. അപ്പോൾ ഒരുപാട് പൊങ്ങി വരാതിരിക്കും. അടപ്പ് വെച്ച് അടച്ച് 5 വിസിലോളം വേവിച്ചെടുക്കുക. പ്രഷർ താഴ്ന്നതിന് ശേഷം തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശകലം കട്ടിയായിട്ടാണ് കാണുന്നത്. കുറച്ചൊന്നും കൂടെ അയവ് വരുത്താനായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കട്ടിക്ക് പൊങ്കൽ വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ എടുത്താൽ മതി. കുറച്ച് അയവോട് കൂടി വേണം ആഗ്രഹമുള്ളത് കൊണ്ട് ശകലം തിളച്ച വെള്ളം ആവശ്യത്തിന് ഇതുപോലെ ഒന്ന് ചേർത്ത് വേണമെങ്കിൽ ഒന്നും കൂടെ ചൂടാക്കാം. തിളച്ച വെള്ളം ആയതുകൊണ്ട് രണ്ടാമതിപ്പം ചൂടാക്കുന്നില്ല. ചൂടോടുകൂടിയാണ് നമ്മൾ വെള്ളവും ചേർക്കുന്നത്. ഇതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം യോജിപ്പിക്കുക. ഇപ്പം വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കണം എന്നുള്ളവർക്ക് ആ സമയത്ത് തന്നെ ചേർക്കാം. പിന്നെ 1/4 ഗ്ലാസ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഒരു താളിപ്പും കൂടെ ചേർക്കാം. താളിപ്പിന് ജീരകവും അണ്ടിപ്പരിപ്പും കരിവേപ്പിലയും കുരുമുളകുമാണ് എടുത്തിരിക്കുന്നത്. 1-2 ടീസ്പൂൺ അലങ്കരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ താളിപ്പും കൂട്ടിലേക്ക് ചേർത്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ളവർക്ക് വറുത്ത ജീരകത്തിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. ഇത് നമുക്ക് ചൂടോടെ വിളമ്പുകയും ചെയ്യാം. കുറച്ച് അയവോട് കൂടിയിട്ടുള്ള പൊങ്കലായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് പൊങ്കലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അല്ല അരി വെച്ചാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുക്കറിൽ തയ്യാറാക്കാം. മില്ലറ്റിന് പകരം ചമ്പാ പച്ചരിയും എടുക്കാം, അല്ലെങ്കിൽ സാധാരണ പച്ചരിയും എടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് വെൺപൊങ്കൽ തയ്യാറാക്കുകയും ചെയ്യാം. ബാക്കിയുള്ള താളിപ്പ് വെച്ച് ഇതുപോലെ അലങ്കരിച്ച് നമുക്ക് വിളമ്പാം. ഇപ്പം നവരാത്രിയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ രീതിയിൽ പൊങ്കലും തയ്യാറാക്കി നൈവേദ്യത്തിന് വയ്ക്കാവുന്നതാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് മില്ലറ്റ് പൊങ്കൽ തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമായിട്ട് നമുക്ക് കുക്കറിൽ തയ്യാറാക്കുകയും ചെയ്യാം. ഇത് സാമ്പാറോ ചട്നിയോ അല്ല, വഴുതനങ്ങയുടെ കൊസ് വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.